കൂട്ടിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൂട്ടിൽ ഇന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ KV മോഹൻകുമാർ IAS അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജലക്ഷ്മിയുമാണ്. കൂട്ടിലേക്ക് സ്വാഗതം. സർ, വയലാർ അവാർഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് സാറിൻ്റെ എഴുത്തിനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാം. എഴുത്തിലേക്ക് വന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എഴുതി തുടങ്ങിയതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു കഥ എഴുതുന്നത്. വിശപ്പ് എന്നായിരുന്നൊരു കുഞ്ഞു കഥ. പിന്നെ 8ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു കഥ ബാലയുടെ മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അതിനുശേഷം ഞാൻ പ്രീ-ഡിഗ്രി ഫസ്റ്റ് ഇയറായി ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു മലയാള അധ്യാപകൻ, അദ്ദേഹം ഒരു കവി കൂടിയാണ്, ജോർജ് തോമസ് സാറ്, അദ്ദേഹം ആണ് എൻ്റെ ഒരു എഴുത്തിനോടുള്ള താല്പര്യം തിരിച്ചറിയുന്നത്. അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം അക്കാലത്ത് വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. അലിയുന്ന തുരുത്തിൽ, അമർഷഗാഥ എന്നിങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതകളൊക്കെ എഴുതിയിരുന്നു. അദ്ദേഹം ശരിക്കും ഒരുപാട് ഒരു പ്രോത്സാഹനം തന്നു. എന്നോടൊരു കഥ എഴുതാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇനി പഴയ രീതിയിലുള്ള കഥകളെല്ലാം എഴുതണ്ട, ഇനി മുതിർന്നു വരികയാണ്, അപ്പോൾ അതിനെ പറ്റിയ കഥ എഴുതണം പറഞ്ഞു. എങ്ങനെ കഥ എഴുതണം എന്ന് അറിയാൻ വേണ്ടി എനിക്ക് അദ്ദേഹം ഒരു പുസ്തകം തന്നത് സക്കറിയയുടെ കുന്ന് എന്ന കഥാസമാഹാരമായിരുന്നു. കുന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അതുവരെ വായിച്ചിരുന്ന ഒരു വായനയുടെ സ്വഭാവം മാറുകയാണ് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സർഗവേദി എന്ന് പറഞ്ഞൊരു സാഹിത്യവേദി ഉണ്ടായിരുന്നു. അത് സാറിൻ്റെ ഇനിഷ്യേറ്റീവില് ഞങ്ങൾ കുറേ എഴുതാൻ താല്പര്യമുള്ള കുറേ കുട്ടികളെ ചേർത്ത് തുടങ്ങിയതാണ്. സാറിനെ അതിൻ്റെ സെക്രട്ടറി ആക്കി, സർഗവേദിയുടെ അതിൻ്റെ സംഘാടനം എൻ്റെ ജോലിയാക്കി. ആദ്യമായിട്ടൊരു പുസ്തകത്തെക്കുറിച്ച് അവിടെ അവതരിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അന്ന് ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഡിഗ്രി 1ാം വർഷമാണെന്ന് ഓർക്കണം, ആൽബർട്ട് കാമുവിൻ്റെ അന്യനാണ്. അന്ന് വീട്ടിൽ ചേട്ടനൊരു നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. NBSൻ്റെ ഒരു പുസ്തക പദ്ധതിയിൽ ചേർന്നൊരു ചേട്ടനൊരു ഷെൽഫും കുറേ പുസ്തകങ്ങളും കൂടെ കിട്ടിയായിരുന്നു. അതിൽ ഈ ആൽബർട്ട് കാമുവിൻ്റെ ഔട്ട്സൈഡറിൻ്റെ മലയാള പരിഭാഷ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ അന്യനെടുത്ത് വായിച്ചു. എനിക്ക് ഒരുപാടൊന്നും മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ആ സർഗവേദിയുടെ മീറ്റിങ്ങിൽ വെച്ച് അന്യൻ അവതരിപ്പിക്കുന്നു. എത്ര നാളായി ശരിക്കും സാറിൻ്റെ കൂടെ കൂടിയിട്ട്? 30 വർഷത്തിന് മേലെ. 30 വർഷത്തിന് മേലെ. വളരെ ചെറുപ്പത്തിലാണ് മാഷ് സാറിൻ്റെ കൂടെ കൂടിയെന്ന് എന്നോട് പറയും. 18 വയസ്സായപ്പോൾ മാരേജ് കഴിഞ്ഞാണ്. ആ മാരേജിൻ്റെ ഒരു ഓർമ്മയുണ്ട്? കേരളവർമ്മ, ഞാൻ തൃശ്ശൂർ കേരളവർമ്മ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ബ്യൂറോ ചീഫായിട്ട് വന്നു. മോൻചേട്ടൻ അവിടെ കേരളൗമുദിയിലായിരുന്നു. ഇവരൊന്നിച്ച് അവിടെ വർക്ക് ചെയ്ത് ഇപ്പം ഞങ്ങൾ എറണാകുളത്തു നിന്ന് ട്രാൻസ്ഫറായി തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ജോയിൻ ചെയ്തു. ഞാൻ ഫസ്റ്റ് ഇയർ തേവര SH പഠിച്ച്, സെക്കൻഡ് ഇയർ തൃശ്ശൂർ കേരളവർമ്മ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ വെച്ചാണ് ആലോചന വരുന്നത്, പ്രപ്പോസൽ വരുന്നത്. കുട്ടിയാണെന്ന് തോന്നിയില്ല? ശരിക്കും സാറിൻ്റെ ഭയങ്കര IASലേക്കൊക്കെ വന്നതിന് ശേഷം ഭയങ്കര തിരക്കുള്ള ഒരു ജീവിതമായിരിക്കുമല്ലോ ഔദ്യോഗികമായിട്ട്. അപ്പോൾ അതിനെ ഇങ്ങനെയാണ് മാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? വീട്ടിലെ കാര്യങ്ങളെല്ലാം മിക്കവാറും ഞാൻ തന്നെ അങ്ങ് മാനേജ് ചെയ്യും. പിന്നെ എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചു. അപ്പോൾ പിന്നെ ഫുൾ കാര്യങ്ങളും പിള്ളേരെ ട്യൂഷന് കൊണ്ടുപോവുക, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കും സമയം പോകുമായിരുന്നു. ചേട്ടൻ്റെ തിരക്കുണ്ടെങ്കിലും കാര്യങ്ങളും വീട്ടിലേക്ക് കിട്ടാറില്ല എന്ന് അങ്ങനെയില്ല. എല്ലാ കാര്യത്തിലും കൂടെ തന്നെ കാണും. തിരക്കാണെ പോലും വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തത്തില്ല. മക്കളുടെ കാര്യത്തിലും ഞങ്ങളെ യാത്ര കൊണ്ടുപോകുന്നതിലും എല്ലാ കാര്യത്തിലും. പിന്നെ കൂടെ എവിടെ പോയാലും ഞാൻ എപ്പോഴും അങ്ങ് കൂടെ പോകും. അതുകൊണ്ട് ഇപ്പം കാറിലിരുന്നാലും ചേട്ടൻ ജോലികൾ ചെയ്യുമായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് അടുത്ത് ഇരുന്ന ആ ഒരു സാമീപ്യം മതി, അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ പോയാലും കൂടെ പോവും. അങ്ങനെ മക്കൾ മുതിർന്നേ പിന്നെ കൂടെ പോകുന്നത്, അല്ലാത്തപ്പം അവരുടെ സ്കൂളിങ് ആ സമയത്തൊക്കെ പിന്നെ കുറച്ചൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സാറിന് ശരിക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഇപ്പം മാം എഴുത്തുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്, അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? നമുക്ക് ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളാണ് നല്ലത്. ഞാനും രഞ്ജു ഒരുപോലെ എഴുത്തുകാരായിരുന്നുള്ള അവസ്ഥ അതിനേക്കാൾ നല്ലത് എഴുതുന്ന ഒരാളും
എഴുതാത്ത ഒരാൾ കൂടെ ജീവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കോമ്പിനേഷൻ കിട്ടും. അത് ശരി. പിന്നെ ആസ്വദിക്കും, എഴുതുന്നില്ല എന്നുള്ളൂ, പക്ഷെ എഴുത്ത് ആസ്വദിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ടാണല്ലോ എഴുതുക. ഇപ്പം ഞാനൊരു 10 വർഷമായിട്ട് കീബോർഡ് ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് എനിക്ക് എഴുതാൻ മൂഡ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ രാത്രിയിൽ ഒരു 11 മണിയാകുമ്പോൾ പതുക്കാൻ എഴുന്നേറ്റ് പോയി. പിന്നെ നേരം വെളുത്തൊരു 2-2:30 മണി റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് നേരത്തെ. രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കും. അപ്പം ഞാൻ നേരത്തെ ഞാൻ കുറിപ്പ് വെച്ചേക്ക് ഞാൻ 2:30 മണി വരെ ഒന്ന് എഴുതി. അതുകൊണ്ട് തന്നെ 7:30 മണിക്ക് എന്നെ വിളിച്ചുണർത്താവും. രാവിലെ ഒന്ന് നോക്കും. അപ്പം ഞാൻ എഴുതിയ കുറേ പേപ്പറുകളൊക്കെ കാണും. അപ്പോൾ ആദ്യമൊക്കെ ആ ഒരു കൗതുകത്തിന് ഇങ്ങനെ ഞാൻ എഴുതി എന്തൊക്കെയാണെന്ന് ഇങ്ങനെ വായിച്ചു നോക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ എൻ്റെ വായനയിലേക്ക് പതുക്കെ കടന്നു വന്നു. പക്ഷെ ഉഷ്ണരാശി ഒന്നും പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടെ മറ്റു പല എല്ലാം വായിച്ചിട്ടുണ്ട്. പിന്നെ എഴുതുമ്പോൾ തന്നെ നല്ല രസകരമായ ഭാഗങ്ങളൊക്കെ എന്നെ വായിച്ച് കേൾപ്പിക്കും. മോഞ്ചേട്ടന് കൂടുതൽ ഇഷ്ടം തോന്നിയ ഭാഗങ്ങളൊക്കെ വായിക്കും. പിന്നെ മിക്കവാറും എല്ലാ ബുക്കുകളും ടെസ്റ്റ് ഡോസ് ഇപ്പം വായിച്ച് കേൾപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് അതൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാനത് പറയാറുമുണ്ട്. ശരിക്കും ഉഷ്ണരാശി പോലെ ഉള്ളൊരു നോവലിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് രൂപപ്പെടൽ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ശരിക്കും വളരെ പ്ലാൻഡ് ആയിട്ടാണ് അതിലേക്ക് എത്തുന്നത്, ഉഷ്ണരാശി പോലെ വലിയൊരു നോവലിലേക്ക് എത്തുന്നത്. അതെ, വലിയ നോവലുകൾ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യണം. പക്ഷേ നോവൽ എഴുതി വരുമ്പോൾ നമ്മുടെ പ്ലാനിങ്ങിന് അപ്പുറത്തേക്ക് പോകും. ഒരു ഫ്രെയിം നമ്മുടെ മനസ്സിലുണ്ടാവും. പലപ്പോഴും ഒരു നോവൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഫ്രെയിം ഉണ്ടായിരിക്കും. പക്ഷേ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എഴുത്തുകാരനെ മറികടന്നുകൊണ്ട് എഴുത്തുകാരൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റിച്ചുകൊണ്ട് എഴുത്തിൻ്റെ വഴിക്കങ്ങ് പോകും. എൻ്റെ എല്ലാ രചനകളിലും സംഭവിക്കുന്നതാണ്. ഒരുപാട് പൊളിറ്റിക്കൽ പഠനം ആവശ്യമുള്ള ഒരു നോവലായിരുന്നു. ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഉഷ്ണരാശിക്ക് ഒരുപാട് റിസർച്ച് വേണ്ടി വന്നു. ഒരു 2 വർഷം ശരിക്കും ഉഷ്ണരാശിക്ക് റിസർച്ചിന് വേണ്ടി തന്നെ ഡിവോട്ട് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഉഷ്ണരാശി 1930-കൾ തുടങ്ങിയുള്ള കേരളത്തിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അന്നത്തെ ഒരു സാമൂഹിക ഒരു രാഷ്ട്രീയ അവസ്ഥകളിലൂടെയാണ്. ആ കാലത്ത് ഒരു അധസ്ഥിത സമൂഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് ഉഷ്ണരാശി കടന്നു പോകുന്നത്. കാര്യം അന്ന് ഏറ്റവും അധികം പീഡനം ഏറ്റിരുന്നത്, ഏറ്റവും അധികം ഈ ഭരണകൂടത്തിൻ്റെയും ജന്മിവർഗത്തിൻ്റെയൊക്കെ നിഷ്ഠൂരതകൾക്ക് ഇരയായിരുന്നത് ഈ ഞങ്ങളുടെ നാട്ടിലെ അധസ്ഥിത വിഭാഗങ്ങളായിരുന്നു. അവരുടെ ജീവിതത്തിലൂടെയാണ് ഉഷ്ണരാശി കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു കാലഘട്ടത്തെ പറിച്ച് നടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഗവേഷണം ആവശ്യമാണ്. അതിനൊരുപാട് പേരെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പം ഉഷ്ണരാശിയുടെ കേസിൽ ഞാൻ പുനഃപ്രവല സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു 10-11 സമര സഹാക്കളെ പോയി കണ്ട് ഒരുപാട് നേരം സംസാരിച്ച് അവരൊക്കെ തന്നെ 90-ലൊക്കെ എത്തിയവരാണ്. ഓർമ്മയെല്ലാവരും നമ്മളിങ്ങനെ വീണ്ടെടുക്കണം. ഇവരോട് നമ്മളിങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവര് പതുക്കെ ഇതിങ്ങനെ ആലോചിച്ചിട്ട് അതെ അന്ന് ഞാൻ അവിടെ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അവിടെ ഇന്നയാൾ നിൽപ്പുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു വീണ്ടെടുക്കുകയാണ് അവരുടെ ഓർമ്മയിൽ നിന്ന്. എനിക്കൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ ഒരുപാട് പുരാരേഖകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ആ കാലത്തെ പത്ര റിപ്പോർട്ടുകളിൽ നിന്നും കേട്ട ഒരു കാലഘട്ടത്തിൻ്റെ കുറേ അംശങ്ങൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. ഒരു വലിയൊരു റിസർച്ച് വേണ്ടി. പിന്നെ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ പോയി നടന്ന് അവിടെ എല്ലാം സഞ്ചരിച്ചു. ആ പ്രദേശത്തിൻ്റെ ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അത് നോവലിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോവലിൽ ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഉളതല എന്ന് പറയുന്ന പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ ഏതെല്ലാം ചെടികളാണ് വളരുന്നത്, അവിടുത്തെ ജീവിത രീതി എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ശരിക്കും ഒരു ഗവേഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. സാറിൻ്റെ ഈ എഴുത്തിലിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അയാൾക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെങ്ങനെയാണ് മാം മാനേജ് ചെയ്തിട്ടുള്ളത്? നല്ല മൂഡായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. മൂഡ് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെയല്ല. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഇറിറ്റേറ്റഡായിട്ടൊക്കെ ചെയ്താൽ മാത്രമേ തിരിച്ചെന്നോട് മോശമായിട്ടാവത്തുള്ളൂ. നമുക്ക് ഓരോ മൂഡിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ നോർമലായിട്ടാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലാതെ പോവും, കുഴപ്പമൊന്നുമില്ല. എഴുത്തിൻ്റെ വെച്ചാൽ എഴുത്തൊരു മൂഡ് വന്ന് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്ന ഇഷ്ടമല്ല. സാറിന് ശരിക്കും വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടാവും എന്തായാലും. അപ്പോൾ നോർമലി മിക്കവാറും ലൈഫിൽ കാണുന്ന ഒരു കാര്യം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിടവ് ഉണ്ടാവാറുണ്ട് നോർമലി ഉള്ള ഇതിൽ. അപ്പോൾ അതിനോട് എങ്ങനെയാണ് മാം
പറഞ്ഞിട്ടുള്ളത്? ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിളിന് മാം എങ്ങനെ? അങ്ങനെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ പോകും അങ്ങനൊന്നുമില്ല. ചേട്ടന് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർ അത്യാവശ്യം വീട്ടിൽ വരും, നമ്മളുമായിട്ട് ഒന്നിച്ചിരിക്കും. അല്ലാതെ ഈവനിങ്ങിലൊന്നും ഫ്രണ്ട്സുമായിട്ട് കൂടിയിരുന്ന് താമസിക്കുക അങ്ങനൊന്നും ചെയ്യത്തേ ഇല്ല. അങ്ങനൊന്നുമില്ല. വളരെ നല്ല അഭിപ്രായം. ശരിക്കും എനിക്കൊന്നും എൻ്റെ അനുഭവം തന്നെ പറഞ്ഞാൽ മതി. എനിക്കൊന്നും വെച്ചാൽ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ശരിക്കും ഭയങ്കര സംതൃപ്തി. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും, ഒരു പെണ്ണിൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന നല്ല ഹസ്ബൻഡിനെ കിട്ടുക എന്നുള്ളതാണ്. അത് ശരി. ശരിക്കും മാമിൻ്റെ ഇത്തരത്തിലുള്ളൊരു സമീപനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഭയങ്കര തിരക്കുള്ളൊരു ജീവിതം ഉണ്ടാകുമ്പോൾ ഈ എഴുത്തിലേക്കൊക്കെ വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു എന്താ വെച്ചാൽ ഫാമിലിയിൽ നിന്നൊരു പ്രഷർ ഉണ്ടാവണില്ലല്ലോ. ഇവിടെ മിക്കവാറും വീട്ടിലെ കാര്യങ്ങളെല്ലാം ലഭ്യമാണ് നോക്കുന്നത്. എനിക്ക് ജോലിയും വീട്ടിലെ കാര്യം എല്ലാം കൂടെ നടക്കില്ല. അപ്പം ഇവിടെ രാവിലെ കാറെടുത്ത് അങ്ങ് പോകും, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, സിറ്റി മുഴുവനും ഡ്രൈവ് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും, പിന്നെ കുട്ടികളുടെ കാര്യം നോക്കും, എല്ലാം ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടാണ്. അവിടെ എനിക്ക് എഴുതാൻ സമയം കിട്ടുന്നത്. ശരിക്കും IAS പോലൊരു വലിയ പദവി ചൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഞാൻ ശരിക്കും ജേർണലിസ്റ്റായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും ഒരു ജേർണലിസ്റ്റ് ആയിരിക്കുക എന്നുള്ളതായിരുന്നു. 12 വർഷം ഞാൻ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ആദ്യം ഞാൻ കേരളമുദിയിൽ തുടങ്ങി, പിന്നീട് മനോരമയിൽ ജോയിൻ ചെയ്യുന്നു. കൂടുതൽ സമയം ഞാൻ ബ്യൂറോയിലായിരുന്നു, റിപ്പോർട്ടിങ്ങിലായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നപ്പോൾ എൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊരു അരക്ഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് വളർന്നു വന്നത്. അച്ഛൻ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് ഒരു ആങ്സൈറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കുണ്ടായ അനുഭവം കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നുള്ള എനിക്കൊരു ജോബ് സെക്യൂരിറ്റിയെ കുറിച്ച് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു, ഒരുപാട് വറീഡായിരുന്നു. അപ്പോൾ ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ തലയുടെ മേലിൽ ഒരു ഡെമോക്രസിൻ്റെ വാളിങ്ങനെ നിൽപ്പുണ്ട്. നമ്മുടെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വാള് നിൽപ്പുണ്ട്. ആ വാളിന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എനിക്ക് ഒരു സ്ഥിരം ജോലി, ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു ജോലി, നമുക്കൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം തരുന്ന ഒരു ജോലി വേണം എന്നൊരാഗ്രഹം ഇങ്ങനെ വന്നു അതിൽ നിന്നാണ് ഞാൻ ഈ ഗവൺമെൻറ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല സെക്യൂറായ ജോബ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസിലാണ്. അപ്പം ഡെപ്യൂട്ടി കളക്ടറുടെ ടെസ്റ്റിന് കോൾ ഫോർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. മാരേജ് കഴിഞ്ഞ ഉടനെ എഴുതിയതാണ് ടെസ്റ്റ്. 86-ലല്ലേ ഇത് എഴുതിയത്? ജേർണലിസ്റ്റ് ആയിരുന്നു, കേരളമുദിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ മനോരമയിലോട്ട് ജേർണലിസ്റ്റ് ആയിരുന്നു. ശരിക്കും ഗ്രോത്തിന്റെ ഒരു വലിയ ആകാശത്തിലേക്കുള്ള ഗ്രോത്തിന്റെ ഒരു എനിപ്പടി മുഴുവൻ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇത് വന്നതിന് ശേഷമാണ് IAS വരുന്നത്. അച്ഛനും ജേർണലിസ്റ്റ് ആയിരുന്നു, പക്ഷെ ഒട്ടും ജോബ് സെക്യൂരിറ്റി ഇല്ലായിരുന്നു. ശരിക്കും ഒത്തിരി പേടിച്ചിട്ടുണ്ട്. ഈ ബൈക്കിലാന്നൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം എൻ്റെ രണ്ടാമത്തെ മോക്ക് 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് വന്ന് പാലക്കാട് വെച്ച് ശരിക്കും ഗവൺമെൻറ് സർവീസിൽ വന്നിട്ടാണ് നമുക്ക് ശരിക്കും സമാധാനമായിട്ട് ജീവിക്കുന്നത്. അതിന് മുമ്പ് മനോരമ ജോലി ആദിവാസി ലൈഫിനെ കുറിച്ച് ഫീച്ചർ ചെയ്യാനായിട്ട് ഒരു പരമ്പര 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പാലക്കാട് നിന്ന് ബൈക്കിലാണ് പോകുന്നത്. അട്ടപ്പാടിയിൽ തിരിച്ച് നമ്മുടെ കോയമ്പത്തൂർ വഴി വരും. അങ്ങനെ വരുന്ന ഞാൻ 7-ാം ദിവസം രാത്രി വരുന്ന സമയത്ത് വാളയാറിൽ വെച്ച് ഭയങ്കര ആക്സിഡന്റ് ഉണ്ടായി. രാത്രി 9 മണിക്ക് ഒരു ലോറി വന്ന് ഇടിച്ച് തെറിപ്പിച്ചു. എൻ്റെ ശരിക്കും ഒരു 2ാം ജന്മമാണ് അതിന് ശേഷം. ശരിക്കും എൻ്റെ ഹെൽമെറ്റ് എല്ലാം ഒളിഞ്ഞിങ്ങനെ ചരി പോലെ എൻ്റെ കാല് മുഴുവനും മാംസം എല്ലാം കീറിപ്പോന്നു. രക്തം ഒലിച്ചാൻ കോമയിലായി. കോമയിൽ ഞാനൊരു 2 മണിക്കൂറോളം ഞാൻ തെറിച്ച് പോയിട്ട് ഈ ലോറി ഇടിച്ചിട്ട് ഒരു പോസ്റ്റിൽ വന്നിടിച്ച് പോസ്റ്റിൽ നിന്ന് തട്ടി ഞാൻ തെറിച്ച് പോയിട്ട് ഒരു മുൾക്കാട്ടിൽ പോയി കിടന്നു. 2 മണിക്കൂറിലധികം ഞാൻ കോമയിൽ കിടന്നു. ഭയങ്കര ഭീകരമായ ഒരു ആക്സിഡന്റ് ആയിരുന്നു. ശരിയായ ആക്സിഡന്റ് എനിക്കൊന്ന് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. അപ്പോഴത്തേക്ക് എനിക്ക് ആ ആക്സിഡന്റ് അപ്പോഴേക്കും അവര് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴൊക്കെ എല്ലാവർക്കും കാറൊക്കെ കൊടുക്കത്തില്ലേ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോ. ഇപ്പൊ ഒരു ബൈക്കിലാണ് പോകുന്നത്. അപ്പൊ അത് ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇപ്പോഴെന്ന് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ വേദാരണ്യത്ത് പോകുന്നു, ഒളിത്താവളങ്ങൾ തേടി പോകുന്നു. ഒരു ടീച്ചർ പരമ്പര രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം അവിടെയും ഇതുപോലെ തന്നെ വലിയൊരു അപകടത്തിൽപ്പെട്ടു. ഞങ്ങള് കടലില് ഈ സർവൈലൻസിന് ഉള്ള ഏർപ്പെട്ട
നാവികസേനയുടെ കപ്പലുകളുടെ പടമെടുക്കാൻ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ബോട്ട് കടലിൽ മറിഞ്ഞു പോയി. ഞങ്ങളുടെ ഫിഷിംഗ് ബോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ വെള്ളത്തിലായി. അന്ന് ഞങ്ങൾ പ്രഗ്നന്റ് ആണ്, രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിട്ട്. അങ്ങനെ ഒരുപാട് ഒരു എന്താ ഒരു ട്രോമാറ്റിക് കണ്ടീഷനിലൂടെ വന്നുകൊണ്ട് ജോബ് ചേഞ്ചിനെ കുറിച്ച് പിന്നെ ആ സമയത്ത് ഈ അഡ്വൈസ് മെമ്മോ വരുന്നു. ഞാൻ 86 അപ്ലൈ ചെയ്തു, 89 പരീക്ഷ എഴുതി, 93 അഡ്വൈസ് മെമ്മോ വരുന്നത്. അത്രയൊരു ഗ്യാപ്പുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ല. അങ്ങനെ ഞാൻ അവിചാരിതമായിട്ട് ഗവൺമെന്റ് സർവീസിലേക്ക് വരുന്നു. മാമിന് ഒരിക്കലും ഇങ്ങനെ വർക്ക് ചെയ്യാവുന്ന ഒരു സെക്ടറിലേക്ക് വരണമെന്ന് തോന്നിയിട്ടില്ല? അത് നല്ല സുഖം പിടിച്ചു പോയില്ല. ഇതാണ് ഏറ്റവും വലിയ സുഖമെന്ന് തോന്നുന്നു. ഒരു ടെൻഷനും ഇല്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരും അത്രയും പഠിച്ചു, അവരും ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അവർക്ക് ജോലി വേണം. ഇപ്പം എൻ്റെ മക്കളാണെങ്കിലും അവർക്കൊക്കെ സ്വന്തമായിട്ട് ജോലി വേണം. അമ്മ എങ്ങനെ ഇരിക്കുന്നു എപ്പോഴും ചോദിക്കുന്നതാണ്, അമ്മയ്ക്ക് ബോറടിക്കുന്നില്ലേ ഇവിടെ? ഞാൻ എന്നെ ബോറടിപ്പിക്കാതെ, എനിക്കൊരു ബോറടിയില്ല, ഞാൻ സുഖമായിട്ട് ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ പിണക്കങ്ങളുടെയും പരിഭവങ്ങളുടെയും ഒക്കെ ഒരു ലോകം ഉണ്ടാവുമല്ലോ ഈ വീട്ടിൽ. എല്ലാവരും വഴക്ക് പിടിക്കുന്ന പോലെ നമ്മൾ വഴക്കൊക്കെ പിടിക്കാറുണ്ട്. പക്ഷെ എത്ര വഴക്ക് പിടിച്ചാലും അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് പറഞ്ഞ് സോൾവാക്കി ഞാൻ കൂടാൻ ചെല്ലും. മോൻചേട്ടൻ വാശിയോടെ ഇരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും എന്നോട് ഇങ്ങോട്ട് വന്ന് കൂടത്തില്ല കേട്ടോ. അപ്പം അതെനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട്, അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ വഴക്ക് പിറ്റേ ദിവസം ആക്കുമ്പോൾ അതൊന്നുകൂടെ വൈരാഗ്യമാവും, പിന്നെ അടുത്ത ദിവസമാകുമ്പോൾ അതൊന്നുകൂടെ കൂടും. അതിലോട്ട് പോവാതെ നമുക്ക് എന്തുണ്ടെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പം അത് നമ്മൾ സോൾവ് ചെയ്ത് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരോടും ഞാൻ പറയും, മക്കളോടും പറയും, അതൊരിക്കലും വെച്ചോണ്ടിരിക്കരുത് പിണക്കം. രാവിലെ വഴക്ക് പിടിക്കുകയാണെങ്കിൽ ഞാൻ ഓഫീസിൽ ഇവിടുന്ന് ഇറങ്ങും, ഭയങ്കര മൂച്ചിലൊക്കെ ഇരിക്കും. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കാറിൽ കയറി കുറച്ച് കഴിയുമ്പോൾ തുടങ്ങി മെസ്സേജ് അയച്ചു, സോറി ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. വൈകുന്നേരം വരെ വരുന്നിടം വരെ മൈൻഡ് ചെയ്യത്തില്ല. സാധനം എനിക്കങ്ങ് ഭയങ്കര വെപ്രാളം വെച്ചാൽ വൈകിട്ട് വരുമ്പോഴത്തേക്ക്. പക്ഷെ മൈൻഡ് ചെയ്യത്തേയില്ല, എത്ര ഇതാണ്. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ചിലപ്പം ഈ കേട്ടത് സോറി എല്ലാം കൂടെ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലെവലായിട്ടായിരിക്കും വരുന്നത്. ശരിക്കും രണ്ട് കൾച്ചറിൽ നിന്നുള്ള രണ്ടാളുകളാണ് ഈ ഒരു കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും വർഷമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒന്നിച്ച് പോകണ്ട, അതിൻ്റെ ഒരു വളരെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? നല്ല തിരിച്ചറിവാണ്, പരസ്പരം അറിയാം, നമ്മുടെ ലിമിറ്റേഷൻസ് അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ പ്ലസ് പോയിന്റ്സ് എല്ലാം തന്നെ എൻ്റെ പാർട്ട്ണറിൽ കാണുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മുടെ ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ്സും പ്ലസും എല്ലാം കൂടെ ചേർന്നുള്ളൊരു നല്ല ഒരു ബെറ്റർ കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഭർത്താവിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപാട് ന്യൂനതകളുണ്ടാവും. നമ്മൾ പരസ്പരം ഇത് അറിയുക, എന്തൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ന്യൂനതകൾ എന്തൊക്കെയാണ് നമ്മൾ അറിയുക, അത് നമ്മൾ ഉൾക്കൊള്ളുക, ഇങ്ങനെ വിശ്വസിക്കുക, നല്ല ട്രസ്റ്റ് ഉണ്ടാവുക പരസ്പരം. നമുക്കിപ്പോൾ രണ്ടുപേരെയും നമുക്ക് സംശയിക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലല്ലേ ഒത്തിരി സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ വേണ്ടത് മ്യൂച്വൽ ട്രസ്റ്റാണ്. ഇപ്പോൾ ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നു, ചിലപ്പോൾ ഒരു 4 ദിവസം യാത്രയായിരിക്കും. യാത്ര കഴിഞ്ഞായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ സംശയിക്കാൻ പറ്റും അല്ലേ? പക്ഷെ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ഒരു മ്യൂച്വൽ ട്രസ്റ്റാണ് വേണ്ടത്. അത് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്, പരസ്പര വിശ്വാസമുണ്ട്. ഉഷ്ണരാശി ഇറങ്ങിയതിന് ശേഷം മിക്കവാറും എല്ലാ ദിവസവും തന്നെ പത്രങ്ങളിൽ എന്തെങ്കിലും ഒരു വാർത്ത ഉഷ്ണരാശിയുമായി ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും ഉള്ളിൽ നിന്ന് എന്താ തോന്നുക, നമ്മുടെ കൂടെയുള്ള ഒരാളങ്ങനെ കാണുന്നുണ്ട്? ഒരുപാട് സന്തോഷമാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും ഭയങ്കര പെർഫെക്ഷനാണ്. ഇപ്പോൾ എഴുത്താണേലും അത്രയും സിൻസിയറായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ജോലി അത്രയും സിൻസിയറായിട്ട് ചെയ്യും. അപ്പം ഈ എഴുതുന്നതും അതിനുവേണ്ടി എടുക്കുന്ന പെയിനും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, അത് നല്ലൊരു അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടണം. വയലാർ അവാർഡ് പോലെ ഒരു അവാർഡ് മോൻചേട്ടൻ എന്തായാലും അർഹിക്കുന്ന, അത് കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. അപ്പം അതൊരു ഒരുപാട് സന്തോഷം. എനിക്ക് അവിടെ സാനുമാഷ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ മെസ്സേജ് തന്നായിരുന്നു. ഇപ്പം ഞാൻ TV വെച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു പ്രഖ്യാപനം ഉണ്ടാവും, ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഉടനെ TV ഓൺ ചെയ്തു. TV പിന്നെ സ്ക്രോള് വരാൻ തുടങ്ങി. ഒത്തിരി പേര് വിളിച്ചു. അപ്പം അങ്ങനെ
പിന്നെ 10ഓളം അവാർഡായി കേട്ടോ. പക്ഷെ വയലാർ അവാർഡ് ഇത് 11ാമത്തെ അവാർഡാണ്. പക്ഷെ ഇതൊന്നും വയലാർ അവാർഡെന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവാർഡല്ലേ. അപ്പം അത് സാറിൻ്റെ ബുക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാണ് വായിച്ചിട്ട്? എനിക്ക് പ്രണയത്തിൻ്റെ 3-ാം കണ്ണ് ഇഷ്ടമാണ്. പിന്നെ അകം കാഴ്ചകൾ ചെറുകഥാ സമാഹാരം ഉണ്ടായിരുന്നു. ജണ്ട് ഒരുപാട് ചെറുകഥകൾ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഒത്തിരി നല്ല കഥകൾ. എന്താണ് അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഭർത്താവിൻ്റെതാണ് എഴുത്തെന്ന് ഒഴിച്ചു വെച്ചാൽ? എപ്പോഴും സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്ന എഴുത്തുകളാണ്. അവരുടെ സ്വാതന്ത്ര്യം, അവരെ അംഗീകരിക്കുന്ന എഴുത്തുകളാണ് ജണ്ട്. പിന്നെ പ്രകൃതിയായിട്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നല്ല മുൻഗണന പ്രാധാന്യമുണ്ട്. നമ്മുടെ പാരിസ്ഥിതിക കഥകളുണ്ട്, പ്രശ്നങ്ങളൊക്കെ, കുന്നിൻ ചെരുവിലെ വീട്, പിന്നെ ഒത്തിരി കഥകളുണ്ട്. അകങ്കാഴ്ചകൾ, ജലരാശിയൊക്കെ ഒത്തിരി നല്ല കഥകളുണ്ട്. സാർ ശരിക്കും മഴനീർ തുള്ളികൾ എന്ന് പറഞ്ഞ സിനിമ സംഭാഷണം എഴുതൊക്കെ ചെയ്തല്ലോ. ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? കുട്ടികൾ അവർ പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്, 2 പേർക്കും ജോലിക്ക് പോകണമായിരിക്കും. അപ്പം ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ച് ഇപ്പോൾ അവർക്ക് എല്ലാ കാര്യത്തിലും പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ ഒരു വിശ്വാസവും, പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സോൾവ് ചെയ്ത് സന്തോഷത്തോടെ കിടന്ന അന്നത്തെ ദിവസം ഉറങ്ങി രാവിലെ ആകുമ്പോഴത്തേക്ക് ആ പിണക്കമൊക്കെ തീരും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലോട്ട് പോയില്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാരും ഒന്നും താന്നു കൊടുക്കത്തില്ല. അതാ പ്രശ്നം. ഇപ്പോൾ അച്ഛനും അമ്മയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെയല്ലേ വളർത്തുന്നത്, ഞങ്ങളെന്തിനാ അവർക്ക് താന്നു കൊടുക്കുന്നത്? അങ്ങനെ വിചാരിക്കരുത്. പെൺകുട്ടികളാണേലും കുറച്ചൊന്ന് ആരെങ്കിലും ഒരാളൊന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അത് ജീവിതം സക്സസ് ആവത്തേ ഉള്ളൂ. ഒരിക്കലും ഒരു വാശിയുടെ പുറത്ത് അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. നമ്മൾ കാണുന്ന പല ഡിവോഴ്സുകളുടെയും പിന്നിൽ പലപ്പോഴും ഒരു വാട്സാപ്പ് ആയിരിക്കും. അപ്പോൾ അത് അവിടെ രഞ്ജു പറഞ്ഞ ഒരു വിഷയം അവിടെയുള്ള ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ആണ്. ഒരു വാട്സാപ്പിലൂടെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. നമ്മൾ ഈ സുഹൃത്തുക്കൾക്ക് മെസ്സേജുകൾ അയക്കും. മെസ്സേജുകൾ അയക്കുന്ന പോലും ഇപ്പോൾ പല ഡിവോഴ്സിനും കാരണമാകുന്നുണ്ട്. പല സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദങ്ങൾ പോലും പല ഡിവോഴ്സുകൾക്കും കാരണമായിട്ട് മാറുന്നുണ്ട്. അവിടേക്ക് നമുക്ക് വേണ്ട ഒരു പരസ്പര ധാരണയാണ്. പിന്നെ 2 വ്യക്തികളെന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നു എന്നൊരു കാര്യമേ ഉള്ളൂ. പക്ഷെ അവർ രണ്ടുപേരും 2 സ്വതന്ത്ര വ്യക്തികളാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ട്ണറുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അർഹതയുണ്ട് എന്ന് 2 പേരും അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളില്ല. പിന്നെ എന്തിനാണ് ഇത്രയേറെ പൊസസീവ് ആകുന്നത്? ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ, പരസ്പരം മനസ്സറിയുന്നവരാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ധരിക്കുന്നത്? ഞാൻ പറയുന്ന ഇതാണ്, ഒരു തെളിഞ്ഞ മനസ്സോടെ 2 പേരുടെയും വ്യക്തിത്വം അംഗീകരിക്കുക. 2 പേരും 2 എൻറ്റിറ്റീസാണ് അല്ലേ? രണ്ട് എൻറ്റിറ്റീസ്. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം അല്ല, പല വ്യത്യസ്ത സ്വഭാവമായിരിക്കും, വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും, ടാലൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം അവർക്കെല്ലാം പക്ഷേ ഈ പറയുന്ന എല്ലാ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പം എഴുതണമെന്നില്ല, ഏത് മേഖലയിലാണെങ്കിലും നമ്മളതിനെ അംഗീകരിച്ചു കൊടുക്കുക, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. 2 പേരുടെയും ഫോൺ പരസ്പരം കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കണ്ടാലും കുഴപ്പമില്ല. അത് ചില ഇതിൽ വരുന്ന പോലെ കയ്യും കാലും ഒക്കെ വെച്ച് നോക്കിയാലൊന്നും തുറക്കാൻ പറ്റത്തില്ല. എന്റെ ഫോണിലേക്ക് ആക്സസ് കിട്ടാറില്ല, പക്ഷെ അവളുടെ ഫോണിൽ ഞാൻ നോക്കാറുമില്ല. ഇപ്പൊ കണ്ടാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനത്തെ ഒരു ഫോണിലിപ്പോ എന്ത് സംഭവിക്കാൻ അതിലൊന്നും ഒന്നുമില്ല. പക്ഷെ പങ്കാളിയുടെ മറ്റൊരാളുടെ അടുത്തുള്ള വൊക്കാബുലറി എത്രയാണെന്ന് അറിഞ്ഞാൽ പ്രശ്നമില്ല. അതുകൊണ്ട് എന്നോട് എങ്ങനെയാണെന്ന് ഞാൻ നോക്കാറില്ല. എന്നോട് പഴയ സ്നേഹം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാനതിലെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാനെന്തിനാ അപ്പുറത്തേക്ക് നോക്കുന്നത്? എപ്പോഴെങ്കിലും എന്നോടുള്ള സ്നേഹത്തിന് കുറവ് വരികയോ ഇങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഞാൻ കൺസേൺഡ് ആവേണ്ടി വരിക. ഞാൻ ഒരിക്കലും ഫോണിലേക്കൊന്നും നോക്കാറില്ല. ഞങ്ങൾ പരസ്പരം അങ്ങനെ ഫോണൊന്നും പരിശോധിക്കാറില്ല. പക്ഷെ വേണമെങ്കിൽ ഫോണെങ്കിലും പരിശോധിക്കുകയും ചെയ്യാം. അങ്ങനെയാണ്, എപ്പോഴും ഓപ്പണാണ്. എൻ്റെ ബയോമെട്രിക് പാസ്വേഡ് ആയതുകൊണ്ട് ആക്സസ് ഇല്ലാന്നുള്ളൂ.
എനിക്ക് പുതിയ ഒരു ജനറേഷനോട് പൊതുവെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ടാലൻസ് ഒരിക്കലും കൈവിടരുത്. അതെ, നമുക്ക് ജന്മസിദ്ധമായിട്ട് ഒരുപാട് ടാലൻസ് ഉണ്ടാവും. പാടാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ആക്ടിങ്ങിനുള്ള ടാലൻസ്, അല്ലെങ്കിൽ മറ്റൊരുപാട് ടാലൻസ് ഉണ്ടാവും. പക്ഷെ നമുക്കെല്ലാം പറ്റുന്ന നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്ക് വന്ന് പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാപ്പിലൊക്കെ പെട്ടുപോവുക. നമ്മൾ പിന്നെ നമ്മളെയൊക്കെ ഉപേക്ഷിക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻസ് ആണ്. ഈ ടാലൻസ് നമ്മൾ ഉപേക്ഷിച്ചു പോകും. എൻ്റെ കൂടെ എന്നേക്കാളും മനോഹരമായിട്ട് എഴുതിയിരുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരാരിപ്പം എഴുത്തിൻ്റെ ലോകത്തില്ല. ഒരുപക്ഷെ അവരെക്കാളൊക്കെ പിന്നിലായിരിക്കും ഞാൻ എഴുത്തിൽ അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എന്നിട്ടും ഞാൻ ആ എഴുത്തിനോടുള്ള എൻ്റെ ഒരു പാഷൻ കൊണ്ട് അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് എഴുതാൻ കഴിയുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ വയലാർ അവാർഡ് പോലൊരു ഒരു പുരസ്കാരം നേടാൻ കഴിയുന്നു. ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ കഴിയുന്നു. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ ടാലൻസ് ജീവിതാവസാനം വരെ സൂക്ഷിക്കണം. അതാണ് നമ്മളെന്ന് പറയുന്നത് അതാണ്. കൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അതിനനുസരിച്ച സമയം തീരുകയാണ്. അപ്പോൾ ഇത്രയും നേരം വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും അവരുടെയൊക്കെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.